ട്രംപിന്റെ പിൻഗാമി അതാണല്ലോ വലിയ രീതിയിൽ ചർച്ചയാവുന്നത്. എന്താണ് ഇയാളുടെ പ്രത്യേകത? ഏഹ് ട്രംപിന് കാതിൽ വിജയമന്ത്രമോതുന്ന ട്രംപിൻ്റെ ഒരു പിൻഗാമി. 6.7 ഹൈറ്റുള്ള 18 വയസ്സ് മാത്രം പ്രായമുള്ള നല്ല പൊക്കമുള്ള ചീകിയ മുടിയൊക്കെ ചീകി നല്ല വൃത്തിയായി വച്ച് നീളൻ കാലുകളുള്ള കാണാൻ അതീവ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ. അതാണ് ട്രംപിൻ്റെ വിജയത്തിൻ്റെ പിന്നിലെ പല ഘടകങ്ങളിൽ ഒന്ന്. അതായത് അടുത്ത അമേരിക്കൻ പ്രസിഡൻ്റായി വളർന്നു വരുന്ന ട്രംപിൻ്റെ മകൻ ബാരൻ ട്രംപ്. ഒരുപക്ഷെ നമ്മൾ ബാരൻ ട്രംപിനെ കുറിച്ച് വലിയ കാര്യങ്ങളൊന്നും ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല. ഗമയില്ലാത്ത, ജാടയില്ലാത്ത, പക്ഷേ എല്ലാം നിരീക്ഷിക്കുന്ന ഒരു കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് കൃത്യമായി കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന, അച്ഛന് ജയിക്കാൻ എന്താണ് വേണ്ടത് ഈ കാലഘട്ടത്തിൽ എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ് അതിൻ്റെ മന്ത്രങ്ങൾ അച്ഛൻ ഓതിക്കൊടുത്ത് കൃത്യമായി വിജയിപ്പിച്ച ഘടകങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ട്രംപിൻ്റെ മകൻ. ട്രംപ് സ്ഥാനാരോഹണ ദിവസം ട്രംപ് തന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എൻ്റെ മോനെ അറിയാമോ, നിങ്ങളെ കണ്ടിട്ടുണ്ടോ എൻ്റെ മകനെക്കുറിച്ച് എന്നുള്ളത്. ആ വേദിയിൽ ആ ചെറുപ്പക്കാരൻ എണീച്ച് നിൽക്കുകയാണ്. അവനെക്കുറിച്ച് വാനോളം പുഴ്ത്തുകയാണ് ട്രംപ്. അങ്ങനെ ട്രംപ് പുഴ്ത്തുമ്പോഴും ഇതൊന്നും തൻ്റെ വിഷയമല്ല. തൻ്റെ അച്ഛൻ അമേരിക്കൻ പ്രസിഡൻ്റാണ്, അതൊക്കെ ശരിയാണ്, പക്ഷേ ഇതൊന്നും തന്നെ ബാധിക്കുന്നതല്ല എന്നുള്ള പക്വമായ നിലപാടുകൾ മുഖത്ത് തന്നെ കാണാൻ സാധിക്കും. ഒരു കൈകൊണ്ട് മാത്രം എല്ലാവരെയും അഭിവാദ്യം ചെയ്ത് എല്ലാവർക്കും ഓക്കെ എന്ന സിമ്പൽ നൽകിക്കൊണ്ട് സീറ്റിൽ വളരെ ഗൗരവത്തോടെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വീക്ഷിച്ചിരിക്കുന്ന ഒരു 18കാരൻ. അവൻ്റെ ശ്രദ്ധയും വീക്ഷണവും ഒക്കെ കാണുമ്പോൾ നമുക്ക് ഒരു 18കാരന് ഇത്രത്തോളം ഗൗരവമായി, ഇത്രത്തോളം കൃത്യമായി കാര്യങ്ങളെ വീക്ഷിക്കാൻ കഴിയുമോ എന്ന് നമ്മൾ അത്ഭുതപ്പെടും. പക്ഷെ അവിടെയാണ് ബാരൻ ട്രംപ് എന്ന് പറയുന്ന ആ 18കാരൻ വ്യത്യസ്തനാകുന്നത്. ഡൊണാൾഡ് ട്രംപിൻ്റെ മെലാനിയ ട്രംപ് ദമ്പതികളുടെ ഏക മകനാണ് ഈ ബാരൻ ട്രംപ് എന്ന് പറയുന്നത്. 2017 ട്രംപ് ആദ്യമായി അധികാരത്തിൽ വരുമ്പോൾ ബാരന് വെറും 10 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അന്ന് വൈറ്റ് ഹൗസിൻ്റെ പടികൾ ബാരൻ കയറുന്നത് 10 വയസ്സുകാരനായ കുഞ്ഞു ബാരനായിട്ടാണ്. ഇന്ന് 2017 കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ, അതിൽ നിന്ന് 8 വർഷം പിന്നിടുമ്പോൾ ആ വൈറ്റ് ഹൗസിലേക്ക് രണ്ടാമത് അച്ഛൻ്റെ കൈ പിടിച്ച് അന്ന് വന്ന കുഞ്ഞു ബാരനല്ല, ഇന്ന് അച്ഛനോടൊപ്പം നടന്ന് വൈറ്റ് ഹൗസിൻ്റെ പടികൾ കയറുന്ന, കൃത്യമായി ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് കടന്ന് അതിൻ്റെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കൗമാരത്തിൻ്റെ കൃത്യമായ ഒരു എന്താ പറയുക, പ്രായത്തിൻ്റെ വളരെ കൃത്യമായ മെച്യൂരിറ്റി ഉള്ള ഒരു ആളായി ബാരൻ ട്രംപ് വളർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ 6 അടി 7 ഇഞ്ച് പൊക്കമുള്ള നീളൻ കാലുകളും കൈകളുമുള്ള ബാരൻ ട്രംപിനെ കാണാൻ നേരത്തെ പറഞ്ഞതുപോലെ അതീവ സുന്ദരനാണ്. ആകാര വടിവും ഒക്കെ കൊണ്ട് ട്രംപിനെ പോലെയല്ല, തികച്ചും വ്യത്യസ്തനാണ് ബാരൻ ട്രംപ്. സ്കെൽറ്റാണ്. പക്ഷേ ഒരു അമേരിക്കൻ പ്രസിഡന്റിൻ്റെ മകൻ ഇത്രയും സിമ്പിളാണോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലാണ് ബാരൻ ട്രംപിൻ്റെ ഓരോ ചേഷ്ടകളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ട്രംപിന്റെ മുഖത്ത് നിഴലിക്കുന്ന, പെരുമാറ്റത്തിലേക്ക് നിഴലിക്കുന്ന ഈ ഒരു പുച്ഛവും അതോടൊപ്പം തന്നെ നീ എന്ത് വിചാരിച്ചാലും എനിക്കൊന്നുമില്ല എന്ന് പറയുന്ന ഒരു ഭാവമൊക്കെ ഈ ബാരൻ ട്രംപിന്റെ ബോഡി ലാംഗ്വേജിൽ നമുക്ക് പ്രകടമാവുന്നുണ്ട്. തീർച്ചയായിട്ടും ട്രംപിന്റെ മകൻ തന്നെയാണ് അത്, ആ മുഖത്തും ശരീരത്തിലും എഴുതി വെച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള തർക്കവുമില്ല. ഇപ്പോൾ ട്രംപ് നിരവധിയായിട്ടുള്ള, അദ്ദേഹത്തിന് അധികാരം വന്നതിന് ശേഷം നിരവധിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ കൊണ്ട് ശ്രദ്ധേയനാവുകയാണ്. ആ തീരുമാനങ്ങളൊക്കെ പലതും വിവാദങ്ങളായി തീരുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം എടുക്കുന്ന ചില സമീപനങ്ങളൊക്കെ, അതായത് ഈ 20,000-ഓളം വരുന്ന കുടിയേറ്റക്കാരെ പറഞ്ഞയക്കും, ഇന്ത്യയിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ പറഞ്ഞയക്കും തുടങ്ങിയ നിലപാടുകൾ, അതോടൊപ്പം തന്നെ ചൈനയുമായിട്ട് സ്വീകരിക്കുന്ന നിലപാടുകൾ, ഇതൊക്കെ വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. പക്ഷേ പ്രതീക്ഷ നൽകുന്ന മറ്റൊരു വലിയ ഒരു സന്ദേശം ഇതിനോടകം തന്നെ, വാർത്ത ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ട്രംപ് മോഡിയെ വിളിച്ചിരിക്കുന്നു.
മോഡി ട്രംപിനെ വിളിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. അടുത്ത ഒരു മാസത്തിനുള്ളിൽ തന്നെ ട്രംപ് ഇന്ത്യയിൽ എത്തുമെന്നുള്ള സൂചനകളാണ് ഈ ഒരു കാര്യം നമുക്ക് നൽകുന്നത്. കാരണം ഈ 2020 ഇവിടെ ഗുജറാത്തിൽ അഹമ്മദാബാദിലെ ഇപ്പോഴത്തെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ട്രംപും മോഡിയും തമ്മിലുണ്ടായ കൂടിക്കാഴ്ച, അദ്ദേഹത്തിൻ്റെ ഭാര്യയൊക്കെ ട്രംപൊക്കെ വന്നിട്ടുണ്ടായി. ആ കൂടിക്കാഴ്ച എന്ന് പറയുന്നത് വളരെ ലോകശ്രദ്ധേയമായിട്ടുള്ളൊരു കൂടിക്കാഴ്ചയായിരുന്നു. നമസ്തേ ട്രംപ് എന്നൊരു കൂടിക്കാഴ്ച. അപ്പോൾ അത്തരത്തിലുള്ളൊരു കൂടിക്കാഴ്ച വീണ്ടും രണ്ടാമത്തെ വട്ടവും ഈ രണ്ടാം തവണയും ട്രംപ് അധികാരത്തിലേറ്റതിന് ശേഷം ഉണ്ടാകുമോ എന്നൊരു ചോദ്യം ഇതിനോടകം തന്നെ ഉയർന്നു കേൾക്കുകയാണ്. തീർച്ചയായിട്ടും ക്ഷമിക്കുക, ഗൗതം പറഞ്ഞതുപോലെ തന്നെ ഐ ഡോണ്ട് കെയർ ഇതാണ് ട്രംപിൻ്റെ ഒരു നിലപാട്. എന്നെ ഇതൊന്നും ബാധിക്കുന്ന കാര്യങ്ങളല്ല, ഞാൻ ചെയ്യാനുള്ള കൃത്യമായി ചെയ്യും. നമ്മൾ 20,000 ഇന്ത്യക്കാരെ നാട്ടിലേക്ക് പറഞ്ഞയക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഈ വിമർശകർ ഇങ്ങനെ പറയുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 20,000 ഇന്ത്യക്കാർ ഇല്ലീഗലായിട്ട് നിൽക്കുന്ന ഇന്ത്യക്കാരെയാണ് പറഞ്ഞിരിക്കുന്നത്. ലീഗലായി നിൽക്കുന്ന ആരെയും ട്രംപ് അമേരിക്കയിൽ നിന്ന് പറഞ്ഞു വിടുന്നില്ല. മാത്രമല്ല, കുറച്ച് നാളുകളായി ഇന്ത്യയിലെ ജനങ്ങൾ അമേരിക്കയിലേക്ക് പോകാനായി നൽകുന്ന ചില പേപ്പർ വർക്കുകൾ പെൻഡിങ് ആയി കിടക്കുന്നുണ്ട്. അത് കൃത്യമായി അക്കാര്യത്തിൽ ജോ ബൈഡനൊക്കെ ഇരുന്ന സമയത്ത് അക്കാര്യത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചിരുന്നില്ല. ഇപ്പോൾ നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ ട്രംപിനോട് പറഞ്ഞിട്ടുണ്ട്, ലീഗലായി വരുന്ന ഇന്ത്യക്കാരുടെ പേപ്പറുകൾ കൃത്യമായി പെൻഡിങ്ങിലിടാതെ അതൊന്ന് ചെയ്തു തീർക്കണം എന്ന് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി തന്നെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇല്ലീഗലായിട്ടുള്ളവരെയൊക്കെ ഏത് രാജ്യവും പുറത്താക്കും എന്നുള്ളത്. അതിൽ ഇന്ത്യ പറയുന്നത് എന്താണ്? ഞങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾ ധൈര്യമായിട്ട് അവരെ വിട്ടോളൂ. കാരണം ഇല്ലീഗലായിട്ടുള്ളവരെ ഇന്ത്യ മാത്രമേ ഇല്ലീഗലായിട്ടുള്ളവരെ സ്വീകരിക്കൂ. ഇവിടെ ലീഗലായിട്ട് എത്ര ബംഗാളികൾ വന്നിട്ടുണ്ട്, എത്ര അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വന്നിട്ടുണ്ട്, എത്ര പേർ കൃത്യമായ തിരിച്ചറിയൽ രേഖകളിലൂടെ ഇന്ത്യയിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോലും അറിയാതെ ബംഗ്ലാദേശിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും നുഴഞ്ഞുകയറ്റക്കാർ ഇന്ത്യയിലേക്ക് വരികയാണ്. അപ്പോൾ ട്രംപ് നോക്കുന്നത് ട്രംപിന്റെ രാജ്യത്തെ സുരക്ഷിതമാക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. അപ്പോൾ ജർമ്മനിയിൽ തന്നെ അനധികൃതമായ ഒരു കുടിയേറ്റക്കാരനാണ് 2 വയസ്സായ ഒരു കൊച്ചിന്റെ കഴുത്തിൽ കത്തി കുത്തി ഇറക്കി കൊലപ്പെടുത്തിയത്. അപ്പൊ ഇത്തരം കുടിയേറ്റക്കാർ ഏത് തരത്തിലാണ്? ജിഹാദികളായ കുടിയേറ്റക്കാരുണ്ടാകും, മറ്റു സമുദായത്തിലുള്ള കുടിയേറ്റക്കാരുണ്ടാകും. ലീഗലായിട്ട് വരുന്നവരെ നമുക്ക് സംരക്ഷിക്കാം, നമ്മുടെ രാജ്യത്ത് പൗരത്വം കൊടുക്കാം, നമ്മുടെ രാജ്യത്ത് അവരെ നിലനിർത്താം. ഇല്ലീഗലായിട്ടുള്ളവരെ നിലനിർത്താൻ കഴിയില്ല എന്നുള്ളത് ട്രംപ് 2017 അധികാരത്തിലേറിയപ്പോഴും കണ്ടതാണ്. അനധികൃത കുടിയേറ്റക്കാരെ ഒരു തരത്തിലും അച്ചുപുറപ്പിക്കില്ല. അത് ഏത് രാജ്യവും സ്വീകരിക്കുന്ന നിലപാട് തന്നെയാണ്. ഇപ്പൊ റോഹിംഗ്യ മുസ്ലിങ്ങളെ ഒരിക്കലും ഇവർ തിരിച്ചു പോട്ടെ എന്ന് ഇന്ത്യ എത്രയോ നാളുകൊണ്ട് 40 ലക്ഷം റോഹിംഗ്യ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ 40 ലക്ഷം പേരെയും പറഞ്ഞയച്ചാൽ ഇവരെന്ത് ചെയ്യും? അനധികൃതമായി ഇന്ത്യയിൽ കുടിയേറി താമസിക്കുന്നവരാണ്. എത്ര ബംഗ്ലാദേശികൾ ഇന്ത്യയിൽ അനധികൃതമായി കുടിയേറി താമസിക്കുന്നു? കേരളത്തിലേക്ക് എത്ര എണ്ണം വരുന്നു? ഈ പെരുമ്പാവൂരും കേരളത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ മറ്റ് ജില്ലകളിലൊക്കെ നമ്മൾ പോയി നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ അനധികൃത കുടിയേറ്റം എപ്പോഴും രാജ്യത്തിനൊരു ഭീഷണി തന്നെയാണ്. അത് കൃത്യമായി ട്രംപ് മനസ്സിലാക്കുന്നു എന്നുള്ളത്. നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി. ട്രംപിന്റെ മകൻ ബാരൻ ട്രംപ് കൃത്യമായി കൗമാരക്കാരുടെ ഒരു മനസ്സും ട്രെൻഡും അറിഞ്ഞ് പ്രവർത്തിക്കാൻ ട്രംപിനോട് കൃത്യമായ ഉപദേശം നൽകിയത് കൊണ്ടാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ട്രംപിന് വലിയ രീതിയിലുള്ള പ്രചാരണം കിട്ടിയതും കൗമാരക്കാരുടെ വോട്ട് കുറേയൊക്കെ നേടിയെടുക്കാൻ ട്രംപിന് കഴിഞ്ഞത്. അപ്പോൾ ബാരൻ ട്രംപ് വളർന്നു വരുന്നത്, വൈറ്റ് ഹൗസിന്റെ അടുത്ത പടി കയറുന്നത് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് ഭാവിയിലേക്കായിരിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട.